അധികാരമേറ്റ് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ തന്നെ കർണാടകയിലെ DK ശിവകുമാർ നേതൃത്വത്തിലുള്ള പുതിയ കോൺഗ്രസ് സർക്കാരിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നു. മുതിർന്ന നേതാവും 8 തവണ MLAയുമായ രാമലിംഗ റെഡ്ഡി തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെയാണ് ഭരണകൂടം ആദ്യത്തെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടുന്നത്. തനിക്ക് നൽകുമെന്ന് ഉറപ്പു നൽകിയ ബംഗളൂരു നഗരവികസന വകുപ്പ് നിഷേധിച്ചതും പകരം ജലസേചന വകുപ്പ് നൽകിയതുമാണ് മുതിർന്ന നേതാവിനെ ചൊടിപ്പിച്ചത്. DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് പിന്നാലെയാണ് മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം പൂർത്തിയായത്. എന്നാൽ വകുപ്പുകൾ സംബന്ധിച്ച ധാരണകൾ പുറത്തു വന്നതോടെ തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ അതൃപ്തിയുടെ സ്വരങ്ങൾ ഉയർന്നിരുന്നു. കർണാടക സർക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സ്വാധീനമുള്ളതുമായ ബംഗളൂരു നഗരവികസന വകുപ്പ് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു രാമലിംഗ റെഡ്ഡി. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ DK ശിവകുമാർ കൈകാര്യം ചെയ്തിരുന്ന ഈ വകുപ്പ് താൻ മുഖ്യമന്ത്രിയായാൽ റെഡ്ഡിക്ക് നൽകുമെന്ന് ശിവകുമാർ വാഗ്ദാനം ചെയ്തിരുന്നതായി അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഈ വകുപ്പ് കൃഷ്ണ ബൈര ഗൌഡയ്ക്ക് നൽകിയതോടെയാണ് കാര്യങ്ങൾ വഷളായത്. തന്റെ മുതിർന്ന നേതാവെന്ന പരിഗണന പോലും ലഭിച്ചില്ലെന്നും നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെന്നും രാമലിംഗ റെഡ്ഡി കരുതുന്നു. വ്യാഴാഴ്ച രാത്രി വൈകി നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. തനിക്ക് നൽകിയ ജലസേചന വകുപ്പ് സ്വീകരിക്കാൻ തയ്യാറാകാത്ത രാമലിംഗ റെഡ്ഡി യോഗത്തിനിടെ തന്നെ തന്റെ അതൃപ്തി പ്രകടിപ്പിക്കുകയും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. താൻ കോൺഗ്രസ് പാർട്ടി വിടുന്നില്ലെന്നും MLA എന്ന നിലയിൽ തുടരുമെന്നും റെഡ്ഡി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല. വാഗ്ദാനം നൽകിയിരുന്ന വകുപ്പ് നിഷേധിക്കപ്പെട്ടത് അപമാനകരമാണ് എന്ന് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി. പുതിയ മുഖ്യമന്ത്രി എന്ന നിലയിൽ DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതീവ ഗുരുതരമായ ഒരു വെല്ലുവിളിയാണ്. ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ മന്ത്രിസഭയിലുണ്ടായ ഈ രാജി അദ്ദേഹത്തിന്റെ നേതൃപാടവത്തെയും പാർട്ടിക്കുള്ളിലെ നിയന്ത്രണത്തെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. മുതിർന്ന നേതാക്കളെ തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോവുക എന്നതിനപ്പുറം കോൺഗ്രസിനുള്ളിലെ സിദ്ധരാമയ്യ ക്യാമ്പും സ്വന്തം ക്യാമ്പും തമ്മിലുള്ള ലോലമായ സന്തുലിതാവസ്ഥ തകരാതെ കാത്തുസൂക്ഷിക്കുക എന്നത് അദ്ദേഹത്തിന് ഏറെ നിർണായകമാണ്. ഏറെ പ്രതിസന്ധികൾക്കിടയിലും കൃഷ്ണ ബൈര ഗൌഡയ്ക്ക് ബംഗളൂരു നഗരവികസന വകുപ്പ് നൽകിയ തീരുമാനത്തിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. വോക്കലിഗ സമുദായത്തിലെ പ്രബലനായ ഒരു നേതാവിനെ സർക്കാരിലെ ഏറ്റവും കരുത്തുറ്റതും സ്വാധീനവുമുള്ള സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിലൂടെ വോക്കലിഗ വോട്ട് ബാങ്കിനെയും സമുദായ സമവാക്യങ്ങളെയും പാർട്ടിയുടെ അനുകൂലമാക്കി നിലനിർത്താനുള്ള കൃത്യമായൊരു തന്ത്രമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പയറ്റുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇത്തരത്തിൽ സമുദായ രാഷ്ട്രീയവും ഗ്രൂപ്പ് താല്പര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം വരും ദിവസങ്ങളിൽ DK ശിവകുമാറിന് പാർട്ടിയിലെ അസ്വാരസ്യങ്ങളെ എങ്ങനെ അതിജീവിക്കാനാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ സംഭവവികാസങ്ങളെ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ കണ്ണിലൂടെ പരിശോധിക്കുമ്പോൾ കർണാടകയിലെ പുതിയ ഭരണകൂടം വലിയ വെല്ലുവിളിയിലേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമാണ്. മന്ത്രിസഭാ രൂപീകരണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉണ്ടായ രാമലിംഗ റെഡ്ഡിയുടെ രാജി പാർട്ടിയിൽ അടിക്കടി വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര കലഹത്തിന്റെ പ്രതിഫലനമാണ്. ഇത് വരും ദിവസങ്ങളിൽ മറ്റ് അതൃപ്തരായ നേതാക്കളെയും പരസ്യമായി രംഗത്തിറങ്ങാൻ പ്രേരിപ്പിക്കുമെന്നും പാർട്ടിക്കുള്ളിലെ ഐക്യം കൂടുതൽ ദുർബലമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ആശങ്കപ്പെടുന്നു. വകുപ്പ് വിഭജനത്തെ ചൊല്ലിയുള്ള ഈ കടുത്ത തർക്കങ്ങളും അതൃപ്തികളും സർക്കാരിന്റെ ദൈനംദിന ഭരണനിർവഹണത്തെയും നിർണായകമായ തീരുമാനങ്ങളെയും ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒടുവിൽ ഭരണപരമായ സ്തംഭനത്തിലേക്ക് വഴി തുറന്നേക്കാം. ഇതിനു പുറമെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP ഈ രാഷ്ട്രീയ അസ്ഥിരതയെ വളരെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഭരണപക്ഷത്തു നിന്നുണ്ടാകുന്ന ഈ പിഴവുകൾ മുതലെടുത്ത് സർക്കാരിനെതിരെ ജനകീയ പ്രതിഷേധങ്ങൾക്കും ആക്കം കൂട്ടാനും സർക്കാരിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും അവർ തന്ത്രപരമായ നീക്കങ്ങൾ മെനയുമെന്നതിൽ സംശയമില്ല. ചുരുക്കത്തിൽ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉയർന്നു വന്ന ഈ പ്രതിസന്ധി പാർട്ടിയുടെ നിലനിൽപ്പിനും സുഗമമായ ഭരണത്തിനും വലിയൊരു പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. മന്ത്രിസഭയിൽ അഴിച്ചുപണി നടക്കുമ്പോൾ പ്രിയങ്ക ഖാർഗെയെ ആഭ്യന്തര വകുപ്പും IT ആൻഡ് BT വകുപ്പും ഏൽപ്പിച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി G പരമേശ്വരിക്ക് വരുമാനവും കായിക വകുപ്പും ലഭിച്ചു. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയ്ക്ക് ബംഗളൂരു ഒഴികെയുള്ള നഗരവികസന വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പാർട്ടി ഹൈക്കമാൻഡ് ഇടപെടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. രാമലിംഗ റെഡ്ഡിയെ അനുനയിപ്പിക്കാനോ അതോ പുതിയ മന്ത്രിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനോ ഉള്ള നീക്കങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.